ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കക്കുരുത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ അമ്മ വെക്കുന്ന രീതിയിൽ ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സൂപ്പർ റെസിപ്പി. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചക്കക്കുരു നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചക്കക്കുരു ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ തേങ്ങ, ചക്കക്കുരു ആയതുകൊണ്ട് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി അതിൻ്റെ കൂടുതൽ കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ച് മതിയേ, കറിവേപ്പില, പിന്നെ നമ്മൾ എടുക്കുന്ന ഈ വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. നമുക്ക് ഇനി അത് യോജിപ്പിച്ച് വെക്കാം. വറ്റൻമുളക് നമുക്ക് നമ്മുടെ ഇതിലേക്കിട്ട് നമുക്കത് ചതച്ചെടുക്കാം. റെഡി ആയിരിക്കുകയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില, ചണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊന്ന് ഇളക്കി എടുക്കുന്നതാണ് നല്ലത്. ഇത് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് ആവി കയറുന്നതിന് വരെ തീ കൂട്ടി വെച്ചതിന് ആവി കയറിയതിന് ശേഷം നമുക്ക് അത് ചെറുതീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി എരിവിന് ആവശ്യമായി കൂടുതൽ എരിവ് ആവശ്യമുള്ളവർ ഇതിനോട് 2 പച്ചമുളക് അരിഞ്ഞിട്ടാലും നല്ലതാണ്. ഇവിടെ ആർക്കും വലിയ എരിവിനോട് വലിയ താല്പര്യമില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് മാത്രം ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചിരുന്ന് മറിച്ചിരുന്നത് നന്നായിരിക്കുമേ. ഇങ്ങനെയൊന്ന് മറിച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നായിരിക്കും. ഇതിപ്പോൾ ആവി കയറി ഒരുമാതിരി പകുതി വെന്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് ബാക്കി ആവിയിൽ വേകാനായിട്ട് നമുക്ക് തീ കുറച്ചിട്ട് വെക്കാം. ചക്കക്കുരു വേവിക്കുമ്പോൾ നമ്മൾ ഒരുപാടാണ് വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് ആവി തുറന്ന് നോക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ഒന്നിനെ തൊടാതെ കിടക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകാതെ ഇപ്പോൾ ഒരു പരുവത്തിന് നമുക്കിത് വെന്ത് പോകാൻ നമുക്ക് എടുക്കാം. ഒരെണ്ണെടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് ആ പാകത്തിനായി നമുക്ക് അത് ചെറിയുള്ളി ചേർത്ത് ഇളക്കി കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി ഒരു വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ പ്രത്യേക സ്മെല്ലല്ലേ. എല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മൂത്ത് വരട്ടെ. മൂത്തൊരു പരിവാകുമ്പോഴേക്കും നമ്മൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി എടുത്ത് നമുക്കിതിലേക്ക് ഇട്ടു. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് പരീക്ഷ നോക്കണം. നല്ല ടേസ്റ്റാണ് ഒരു രീതിയിൽ. അത് ചെറിയ നമ്മുടെ പൊട്ടി ചക്കയുടെ കുരുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ.